നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവരെയും SG ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കൊരു സന്തോഷമുള്ള ദിവസമാണ്. അതായത് നമ്മുടെ ചാനല് 85,000 വ്യൂസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്രീസിയേഷൻ രാവിലെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളിൽ പങ്കിടുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷൻ കാർഡ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ താമസിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് തന്നെ പോവുകയാണ്. റേഷൻ കാർഡ് ഇപ്പം ഒട്ടുമിക്കവാറും ആൾക്കാർക്ക് അറിയാവുന്ന കേസാണ്. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് നമ്മുടെ റേഷൻ കാർഡ് സ്മാർട്ട് കാർഡ് ആയിരിക്കുകയാണ്. ഇപ്പോൾ സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട നമ്മുടെ സാധാരണ ജനങ്ങളിലേക്കും കൂടെ അത് എത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ റേഷൻ കാർഡിൽ പണ്ട് കാലത്തെ പോലെ നമുക്ക് ഇപ്പോൾ സപ്ലൈ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അതിനായി നമ്മുടെ സെൻ്ററുണ്ട്, CSC കോമൺ സർവീസ് സെൻ്ററുണ്ട്, അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓതറൈസ്ഡ് ആയിട്ട് ഇല്ലാതെ കണ്ട് നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഈ റേഷൻ കാർഡ് അഥവാ ഈ കാർഡ്, നമുക്ക് ഈ കാർഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള ഒരു ജസ്റ്റ് വിവരണം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറയാം. റേഷൻ കാർഡിനായി നിങ്ങൾ ആദ്യം വരുമാന സർട്ടിഫിക്കറ്റ് തനത് വില്ലേജ് ഓഫീസിൽ നിന്നും എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, അതായത് താമസം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഒരു ഫോട്ടോ, ആധാർ കാർഡ് തുടങ്ങിയവയാണ് മെയിനായിട്ട് വേണ്ടുന്നത് പുതിയ റേഷൻ കാർഡിന്. അതുപോലെ തന്നെ ആധാറിൽ ഫോൺ നമ്പർ ലിങ്ക് ചെയ്യണം. ഇപ്പോൾ എല്ലാ സർവീസുകളും കിട്ടണമെങ്കിൽ നമുക്ക് ആധാറിൽ ഫോൺ നമ്പർ നിർബന്ധമായിട്ട് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റേഷൻ കാർഡ് പുതിയതായി ചെയ്യുവാനായി ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. അതോടൊപ്പം ചില ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ കാർഡ് എടുക്കുന്നത്, നമ്മുടെ കയ്യിൽ പഴയ റേഷൻ കാർഡ് ഉണ്ടല്ലോ, അത് വെച്ച് കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ എന്ന്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇപ്പം താഴേക്കടയിലുള്ള ആൾ മുതൽ ഇപ്പം ഏറ്റവും മുകളിലേക്ക് പോകുമ്പോഴും അവരിലെല്ലാം ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ പ്രാധാന്യം എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് കോമൺ സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാജ്യത്ത് മുഴുവനായി ഒരു 4 ലക്ഷത്തിലധികം CSCകൾ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ എസ്റ്റേറ്റിൽ വരെയും നമുക്ക് CSC സെൻറ്റർ ചാലുവാണ്. അപ്പോൾ ഈ CSC സെൻറ്റർ വഴി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻറ്ററുകളിൽ എക്സ്ക്ലൂസീവായിട്ട്, അതായത് ഈ റേഷൻ കാർഡ് ചെയ്യുവാൻ വേണ്ടി ഒരാൾ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊരു സർവീസ് ചെയ്തു കൊടുത്ത് അവരെ ഒഴിവാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ കാര്യങ്ങളും ആദ്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കും. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ റേഷൻ കാർഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ എന്തെല്ലാം ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റേഷൻ കാർഡ് എളുപ്പത്തിൽ ചെയ്ത് കിട്ടാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വിശദീകരമായി അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും തുടർന്നുള്ള ഡോക്യുമെൻറ്റിൽ എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ അപേക്ഷ കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അപേക്ഷകൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ സപ്ലൈ ഓഫീസിൽ നിന്നായാൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവർക്കത് വെരിഫൈ ചെയ്യാനും അവർക്ക് കാർഡുകൾ കിട്ടാനും സഹായിക്കണം. ഒപ്പം തന്നെ ഈ പഴയ റേഷൻ കാർഡ് ഇതുവരെയും മാറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡിജിറ്റൽ കാർഡിലേക്ക് മാറ്റുക. ഡിജിറ്റൽ കാർഡ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ഈ കാർഡുണ്ട്, PVC കാർഡുണ്ട്. അപ്പോൾ ഈ PVC കാർഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ റേഷൻ കടയിൽ മാത്രമാണ് PVC കാർഡ് നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ലഭിക്കുകയുള്ളൂ. മറ്റുള്ള സേവനങ്ങൾക്കായി ഈ കാർഡാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചു വരുന്നത്. ഈ കാർഡിൽ QR കോഡിനോടൊപ്പം തന്നെ അതിലെ ആളുകളുടെ പേരുകളും മറ്റു കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നതിനാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു അഡ്രസ് പ്രൂഫ് അല്ലെ ഒരു ID പ്രൂഫായിട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ പഴയ കാർഡുമായിട്ട് നിങ്ങൾ ഒരു ആധാർ സേവാ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഡ്രസ് ചേഞ്ചിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ
ഈ പഴയ റേഷൻ കാർഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ റേഷൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റേഷൻ കാർഡ് വെച്ച് ഈ കാര്യങ്ങളെല്ലാം വളരെ സുഗമമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് റേഷൻ കാർഡിൻ്റെ ഈ റേഷൻ കാർഡിൻ്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റേഷൻ കാർഡിൻ്റെ എല്ലാവിധ സേവനങ്ങളും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ആധാർ നമ്പർ റേഷൻ കാർഡിനോട് ലിങ്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ പുതിയ അംഗങ്ങളെ നമുക്ക് ഇതിൽ ചേർക്കാൻ സാധിക്കും. ഒപ്പം തന്നെ മരിച്ചുപോയ ആളുകൾ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുടെ പേരുകൾ ഇതിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കും. തുടങ്ങി അനവധി സർവീസുകൾ, ഓൺലൈനായിട്ടുള്ള എല്ലാ സർവീസുകളും നമുക്ക് റേഷൻ കാർഡിൻ്റെ എല്ലാ സർവീസുകളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു കസ്റ്റമർ, അദ്ദേഹം പത്തനംതിട്ടയിലുള്ള ഒരാളാണ്. അദ്ദേഹം നമ്മുടെ വീഡിയോയിൽ പാസ്പോർട്ടിൻ്റെ കണ്ടിട്ടാണ് അദ്ദേഹം നമ്മുടെ സെൻറ്ററിനെ സമീപിച്ചത്. അദ്ദേഹം നമ്മുടെ സർവീസിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആവുകയും തുടർന്ന് ഇനിയും ആളുകളെ നമ്മുടെ സെൻറ്ററിലേക്ക് എത്തിക്കും എന്നൊരു ഉറപ്പ് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആളുകൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഇതുവരെയും ഓൺലൈൻ സർവീസുകളെ കുറിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം വരും ദിവസങ്ങളിൽ നമ്മൾ ഓരോ വീഡിയോയിലും അവർക്ക് വേണ്ടുന്ന നെസസിറ്റിയിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി നമ്മൾ വീഡിയോ ചെയ്യും. നിങ്ങൾക്കറിയാം, തുടക്കം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുകയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ടൈം വീഡിയോ ചെയ്യുകയാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു. ഇപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഏകദേശം 1500-ലധികം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരു ഹാളിൽ അത്രയും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ അത്രയും ആൾക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഫഷണലിസം എപ്പോഴും നമ്മുടെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം ഇനി തുടർന്ന് വരുന്ന വീഡിയോയിലുണ്ട് എനിക്ക് കമന്റുകൾ ഒരുപാട് ആളുകൾ പേഴ്സണലി അയക്കുകയാണ്. പേഴ്സണലി നിങ്ങൾ അയച്ചോ കുഴപ്പമില്ല. ഒപ്പം തന്നെ നമ്മൾ കമന്റ് ഈ വീഡിയോയുടെ താഴെ തന്നെ ഇടുക. കമന്റ് അതായത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം റേഷൻ കാർഡിന്റെ കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായിട്ടില്ല, അതിനകത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ എന്നെ പേഴ്സണലായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഈ റേഷൻ കാർഡിനെ സംബന്ധിച്ചതാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റേഷൻ കടയിൽ നിങ്ങൾ പോയാൽ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അതിന്റെ കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ 1 മണിക്കൂറിന് മുകളിലേക്ക് പോകും. അപ്പോൾ അത്രയും വന്നു കഴിഞ്ഞാൽ ആളുകളെ മുഷിപ്പിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ചെയ്യുവാൻ വേണ്ടി നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ പറയാം, അത് നോട്ട് ചെയ്തോളൂ. 9747005363. ഇതാണ് എൻ്റെ നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ചെയ്യാം. രാവിലെ 10 മണിക്ക് ശേഷം എപ്പോഴും ഇത് അവൈലബിൾ ആയിരിക്കും. നൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, അതിനുള്ള റിപ്ലൈ നമ്മൾ സമയം പോലെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം ആളുകൾക്ക് എന്ത് സർവീസ് ഓൺലൈൻ സംബന്ധമായിട്ടുള്ള എന്ത് സർവീസിനെ കുറിച്ചിട്ടായാലും നമ്മുടെ അടുത്ത് ചോദിക്കാം. അതിനുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. ഒപ്പം നിങ്ങൾക്ക് സേവനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്ററിൽ സമീപിക്കാം. CSC കിടങ്ങൂരാണ് നമ്മുടെ സെൻറ്റർ. അപ്പം നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ സർവീസുകളും ഓൺലൈൻ സംബന്ധമായിട്ടുള്ള എല്ലാ സർവീസുകളും വളരെ കൃത്യതയോടെ നിങ്ങൾക്ക് ചെയ്ത് തരുവാൻ സദാ സന്നദ്ധരാണ് ഞങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഇത് എത്തിക്കുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SD ചാനൽ. ബൈ.